തലയ്ക്ക് 1 കോടി രൂപ സമ്മാനം പ്രഖ്യാപിച്ചിട്ടുള്ള മാവോവാദി നേതാവ് ഉൾപ്പെടെ 3 മാവോവാദികളെ സുരക്ഷാ സേന ഇന്ന് ഏറ്റുമുട്ടൽ വധിച്ചു. ജാർഖണ്ഡിലെ ഹസാരിബാഗിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാവോയിസ്റ്റ് എന്ന നിരോധിത സംഘടനയുടെ സെൻട്രൽ കമ്മിറ്റി അംഗമായ സഹദേവ് സോറൻ എന്ന പ്രമുഖ മാവോവാദി നേതാവാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടത്. കിഴക്കൻ ഇന്ത്യയിലെ പ്രമുഖ മാവോവാദി നേതാക്കളിൽ ഒരാളാണ് സഹദേവ് സോറൻ. ജാർഖണ്ഡ് പോലീസിന്റെയും CRPFന്റെയും കോബ്ര കമാൻഡോ ബറ്റാലിയന്റെയും ഒരു സംയുക്ത ഓപ്പറേഷനിലാണ് മാവോവാദികളെ വധിച്ചത്. ജാർഖണ്ഡ് പോലീസിന്റെ ഗിരിത്, ഹസാരിബാഗ് പോലീസ് യൂണിറ്റുകളാണ് ദൗത്യത്തിൽ CRPFന് പിന്തുണ നൽകിയത്. ഹസാരിബാഗിലെ താതി ചാരിയ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഗിരിത് ബൊക്കാറോ അതിർത്തിയിലെ കരന്തി ഗ്രാമത്തിലാണ് രാവിലെ 6 മണിയോടെ ഈ ഏറ്റുമുട്ടൽ ആരംഭിച്ചത്. ഈ മേഖലയിൽ സഹദേവ് സോറൻ ഉൾപ്പെടെയുള്ള തീവ്രവാദികളുടെ സാന്നിധ്യമുണ്ട് എന്ന വിവരത്തെ തുടർന്നാണ് സംയുക്ത സംഘം തെരച്ചിലിനായി ഇറങ്ങിയത്. ഇവർക്ക് നേരെ മാവോവാദികളാണ് ആദ്യം വെടിയുതിർത്തത്. ഏറ്റുമുട്ടലിൽ സഹദേവ് സോറനെ കൂടാതെ 2 മാവോവാദികൾ കൂടി കൊല്ലപ്പെട്ടു. അവരുടെ തലയ്ക്കും ലക്ഷങ്ങളാണ് വില പറഞ്ഞിരുന്നത്. CPI മാവോയിസ്റ്റിന്റെ ബീഹാർ ജാർഖണ്ഡ് സ്പെഷ്യൽ ഏരിയ കമ്മിറ്റി അംഗം ചഞ്ചൽ എന്ന രഘുനാഥ് ഹെംബ്രാം, സോണൽ കമ്മിറ്റി അംഗമായ ബൈർസൻ ഗഞ്ചു എന്ന് വിളിക്കുന്ന രാം ഖേൽവാൻ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഇതിൽ രഘുനാഥിന്റെ തലയ്ക്ക് 25 ലക്ഷവും രാം ഖേൽവാനിന്റെ തലയ്ക്ക് 10 ലക്ഷവുമാണ് വിലയിട്ടിരുന്നത്. 3 ദിവസങ്ങൾക്ക് മുമ്പാണ് ഛത്തീസ്ഗഡിലെ ശരിയാബന്ദ് ജില്ലയിൽ സുരക്ഷാ സേനയുമായി നടന്ന ഏറ്റുമുട്ടലിൽ 10 നക്സലൈറ്റുകൾ കൊല്ലപ്പെട്ടത്. ഇവരുടെ തലയ്ക്ക് 5,25,00,000 രൂപയാണ് ആകെ വിലയിട്ടിരുന്നത്. കൊല്ലപ്പെട്ടവരിൽ നക്സലൈറ്റുകളുടെ ടോപ്പ് കമാൻഡറായ ബാലകൃഷ്ണനും ഉൾപ്പെടുന്നു. അദ്ദേഹത്തിന്റെ തലക്ക് മാത്രം 1.8 കോടി രൂപയായിരുന്നു വില. കൊല്ലപ്പെട്ട നക്സലൈറ്റുകളുടെ മൃതദേഹങ്ങൾക്കൊപ്പം AK-47 റൈഫിളുകളും SLR ഉൾപ്പെടെയുള്ള 10 ആയുധങ്ങളും പിടിച്ചെടുത്തിരുന്നു. മാവോവാദി ഒഡീഷ സംസ്ഥാന സമിതിയുടെ സെക്രട്ടറിയും ടോപ്പ് കമാൻഡറുമായ ബാലകൃഷ്ണൻ ബാലണ്ണ, രാംചന്ദർ, ഭാസ്കർ എന്നീ പേരുകളിലും അറിയപ്പെടുന്ന ആളാണ്. ഇയാൾക്കൊപ്പം 1.2 കോടി രൂപ തലക്ക് വിലയിട്ടിരുന്ന പ്രമോദ് എന്ന പണ്ടർണയും വിമൽ എന്ന മങ്കണ്ണയും കൊല്ലപ്പെട്ടെന്നാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. 2024 ജനുവരി മുതൽ ഇതുവരെ ഏതാണ്ട് 500ഓളം നക്സലൈറ്റുകളെ സുരക്ഷാ സേന വധിച്ചതായി അഡീഷണൽ ഡയറക്ടർ ജനറൽ വിവേകാനന്ദ് സിൻഹ പറയുന്നു. 2004 ആഭ്യന്തരമന്ത്രി ഒരു പ്രസ്താവന നടത്തിയിരുന്നു. 2026 മാർച്ച് 31 ആവുന്നതോടെ മാവോയിസ്റ്റുകളെ ഈ രാജ്യത്ത് നിന്നും തുടച്ചു നീക്കുമെന്നാണ് അന്ന് അമിത്ഷാ പറഞ്ഞത്. മാവോയിസ്റ്റുകൾക്ക് വേണ്ടി സർക്കാർ നടപ്പാക്കുന്ന പുനരധിവാസ പ്രവർത്തനങ്ങളെക്കുറിച്ചും അമിത്ഷാ അന്ന് പറഞ്ഞിരുന്നു. ആയുധം വെച്ച് കീഴടങ്ങി പൊതുധാരയിലേക്ക് വരുന്ന മാവോയിസ്റ്റുകൾക്ക് നല്ല പാരിതോഷികം നൽകുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. അങ്ങനെ വന്നവർക്ക് നല്ല രീതിയിൽ തന്നെ പണവും കൊടുത്തിരുന്നു. മുൻ മാവോയിസ്റ്റുകൾ മാധ്യമങ്ങളോട് പറഞ്ഞതനുസരിച്ച് കൃഷിഭൂമി, താമസിക്കാൻ സ്ഥലം, പുനരധിവാസത്തിന് മാന്യമായ തുക എന്നിവ സംസ്ഥാനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. കീഴടങ്ങുന്ന മാവോയിസ്റ്റിനെ സാധാരണയായി അവരുടെ തലയ്ക്ക് പറഞ്ഞിരുന്ന അതേ തുക തന്നെ വാഗ്ദാനം ചെയ്യാറുണ്ടെന്നൊരു ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥനും പറഞ്ഞിരുന്നു. 2026 മാർച്ച് 31 ഈ രാജ്യത്ത് നക്സലിസത്തിനുള്ള അവസാന തീയതിയായി നിശ്ചയിച്ചിരിക്കുന്നുവെന്ന് അമിത്ഷായുടെ വാക്കുകൾ ഇപ്പോൾ സത്യമായി മാറുകയാണ്. ഇനിയുള്ള 6 മാസക്കാലം മാവോയിസ്റ്റ് വേട്ടകൾ ശക്തമാകും. കീഴടങ്ങിയില്ലെങ്കിൽ മരണം എന്നതിൽ കുറഞ്ഞ ഒരു ഓഫറും അമിത്ഷായുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കുകയും വേണ്ട.